64ാമത് കേരള സംസ്ഥാന കലോത്സവം അങ്ങനെ ഓരോ ദിവസവും പിന്നിട്ട് പോകുമ്പോഴും ചൂട് കൂടുന്നുകൊണ്ട് ഒപ്പം തന്നെ ആവേശത്തിനും ഒട്ടും തന്നെ കുറവില്ല. ഇങ്ങനത്തെ കലോത്സവ വേദികളിൽ നമുക്ക് പല കലാകാരന്മാരെയും കിട്ടാറുണ്ട്. ഇന്ന് ജനംജീവിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സിനിമകളിലൂടെയും ഒപ്പം തന്നെ മറ്റ് കലാപരമായ കാര്യങ്ങളിലൂടെയും നമുക്കും പ്രേക്ഷകർക്കും ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ സുഗതയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സാർ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സാർ. എങ്ങനെയുണ്ട്? കലോത്സവ വേദികൾ പുതുമയുള്ളതല്ല, പക്ഷേ ഓരോ വർഷവും കലാകാരന്മാരും കലാകാരികളും കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ സാറിന് ഈ കലോത്സവ വേദികളിലേക്ക് വരുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് എന്തായാലും പോകും. ഇത് പത്താമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂർ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ചെറുപ്പം മുതൽ പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് കലോത്സവത്തിന് ഭാഗമാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാണി എന്ന നിലയ്ക്കാണ് അധികം, ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ് അധികം. സ്കൂളിലോ ഒന്നും ഞാൻ അങ്ങനെ കലോത്സവ വേദികളിലൊന്നും പങ്കെടുത്തിട്ടില്ല. പിന്നെ കുറച്ച് വലുതായിട്ട് ജീവിതമാർഗം നാടകമായതൊരു സമയത്ത് നാടകം അണിയിച്ചൊരുക്കാനും അവരുടെ ട്രൂപ്പുകളിലൊപ്പം വരാനും കുട്ടികളൊപ്പം മേക്കപ്പ് ചെയ്യാനും അങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കലോത്സവത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ട് കാലഘട്ടത്തിലുള്ള കലോത്സവം നമുക്കറിയാം. ഇപ്രായത്തിലും വളരെയധികം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ളൊരു സ്ഥലം. വളരെ കാഴ്ചകൾ വളരെ സ്നേഹത്തോടെ കേട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ അത് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും ഗംഭീരമായിട്ട് ആളുകൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷം. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. സാറ് പറഞ്ഞതിൽ തന്നെ പറഞ്ഞു, നാടകത്തിലായിരുന്നു സാറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോഴും അത് തന്നെ. ഇപ്പൊ തൃശ്ശൂരിലായിരുന്ന സമയത്ത് തൃശ്ശൂരിൽ CMS സ്കൂളിലും ഒപ്പം തന്നെ കേരളവർമ്മ കോളേജിലും ഒക്കെ ആയിട്ട് സാറ് പഠിച്ചു. അല്ല, അപ്പൊ തന്നെ ആ ചെറിയ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നാടകം സാറിന്റെ ഒപ്പം ഉണ്ടായിരുന്നിരിക്കാം. അതിനോടൊപ്പം പിന്നെ അതിനുശേഷം രംഗചേതന നാടക ഗ്രൂപ്പിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്നുണ്ടായ നാടകത്തിലെ അല്ലെങ്കിൽ നാടക വേദികളിലെ മാറ്റങ്ങൾ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നാടകം വളരെയധികം സാങ്കേതികത്വം വളരെയധികം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം പിന്നെ തീമുകൾ ശരിക്കും പറയാ ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവല് നമ്മുടെ കാഴ്ചകളെ തന്നെ മാറ്റി, നാടകത്തിൻ്റെ കാഴ്ചകളെ മാറ്റിയതുണ്ട്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എവിടെ സിനിമ ആണെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇപ്പം നാടകം അങ്ങനെയല്ലല്ലോ. നാടകം മനുഷ്യൻ, ജീവനുള്ള മനുഷ്യൻ നമ്മുടെ അവിടുന്ന് സാധനമൊക്കെ വന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ ആ തരത്തിലുള്ളൊരു കാഴ്ച, തരത്തിലുള്ളൊരു ഇറ്റ്ഫോക്കിൻ്റെ ഒരു സ്വാധീനവും ഒക്കെ നാടകങ്ങളിൽ കാണുന്നുണ്ട്. സാങ്കേതികത്വമുണ്ട്. പക്ഷേ എപ്പോഴും സ്കൂൾ മത്സരം എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടല്ലോ. ആ കഴിയുമ്പോൾ അതിൻ്റെ ചില ചട്ടക്കൂടുകളിൽ നിന്നിട്ടുള്ള അരമണിക്കൂർ അവതരണത്തിലാണ്. പക്ഷേ കഴിയുന്നതും അവർ അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഈ പ്രാവശ്യത്തെ കലോത്സവത്തിന് സാറിനെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്നലെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ നാടകത്തിൽ അവിടെയായിരുന്നു. കാര്യം സ്കൂളിൽ നാടകം കണ്ടു, അതിനുശേഷം പൂരക്കളി കണ്ടു. എന്ത് തോന്നി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നൊരു മാറ്റം? നാടകത്തിലാണെങ്കിലും മറ്റു അതൊക്കെ അതിൻ്റെ കാലോചിതമായ മാറ്റങ്ങളുണ്ട്. പക്ഷേ എനിക്ക് മീഡിയയുടെ ഒരു സാന്നിധ്യം വളരെയധികം ഉണ്ട്. പണ്ട് നമ്മളെ മീഡിയ എന്ന് പറഞ്ഞാൽ പേപ്പർ മാത്രമായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം പേപ്പറിൽ നോക്കുമ്പോൾ കാണാം 2-3 അത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ മീഡിയ അതിഗംഭീരമായിട്ട് ഇവിടെ നടക്കുന്നത് ലോകത്തിൻ്റെ തന്നെ ഉത്സവമാക്കി മാറ്റുന്നുണ്ട്. അത് വളരെ ഒരു ഇതാണ്. പിന്നെ സാർ, കലോത്സവ വേദികൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സിനിമകളിലേക്ക് ഇന്ന് അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ കലാകാരന്മാരും കലാകാരികളും എത്തുന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് എത്തുന്നതിന് ഒരു പ്രധാന വേദി തന്നെയായിരുന്നു ഇന്ന് കലോത്സവം എന്ന് പറയുന്നത്. അന്നും പക്ഷേ ഇന്നത്തെ കാലത്ത് കലോത്സവ വേദി മാത്രമല്ല, ഇന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏത് ആൾക്കും ഇന്ന് സിനിമയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ കലോത്സവ വേദികളിൽ നിന്ന് നമുക്ക് എത്രത്തോളം അല്ലെ കഴിവുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താനായിട്ട്? അല്ല, കലോത്സവ വേദി സിനിമയിലേക്ക് ആളെ കണ്ടെത്താൻ അങ്ങനെ ആ തരത്തിൽ ചിന്തിക്കാനേ പാടില്ല. കാരണം എനിക്ക് തോന്നുന്നുണ്ട് കലോത്സവം ഇപ്പോഴും ഈ ആഘോഷമൊക്കെ നമ്മൾ കലാജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ചെയ്യുന്ന കുട്ടികൾ തന്നെ ഇപ്പം ഒരു മാർച്ചാകുമ്പോൾ പരീക്ഷയാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർ കോളേജിൽ പോകും. അത് നമ്മളെത്രയോ പ്രതിഭകളെ കാണുന്നു ഓരോ കലോത്സവങ്ങൾ. അവരൊക്കെ പിന്നെ എവിടെ പാഞ്ഞു പോയിരുന്നു. നമ്മളിപ്പോൾ സിനിമയിൽ വന്ന മഞ്ജു വാര്യരോ വിനീതോ അങ്ങനെ അല്ലാതെ അതേപോലെ തന്നെ കഴിവുള്ളതും ടാലൻറ്റഡും ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെ? അപ്പോൾ ഈ ഇതിനൊരു തുടർച്ച വേണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഈ ചെയ്ത് ഒരുപാട് എഫോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത കാര്യം കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെയാവുകയാണ്. അപ്പോൾ ആ ഒരു തുടർച്ച ജീവിതത്തിൻ്റെ ഭാഗമാക്കണം കല. കാഴ്ച ഇപ്പോൾ കാണാൻ തന്നെ ആളുകൾ ഇഷ്ടം പോലെ വരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളും നാടകങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര കാഴ്ചക്കാരൊന്നുമില്ല എവിടെ, എല്ലായിടത്തും. ആ ഉത്സവ സമയത്ത് മാത്രമല്ല കാഴ്ച, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ തന്നെ അത് മുന്നോട്ട് പോവുകയുള്ളൂ. സാറിപ്പോൾ അന്നത്തെ കാലത്ത് അഭിനയിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച നാടകങ്ങളിലെ കഥാപാത്രങ്ങളോ അല്ലെ അന്നത്തെ ഒരു ഓർമ്മ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ കലോത്സവ വേദിയിൽ കയറിയിട്ടേ ഇല്ല. അല്ല, നാടക കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ച ഒരു ഓർമ്മ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് പങ്കുവച്ചാൽ.
സാറിന് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട? ഇല്ല, അതങ്ങനെ നമ്മുടെ നാടകം അഭിനയം എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള നടത്താം. നമ്മൾ കഴിഞ്ഞ കാര്യം മനസ്സിൽ വെച്ച് പോയില്ല. പുതിയത് എന്ത് കാണുന്നു, പുതിയത് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ കലോത്സവ വേദികളിൽ ഇനിയും സാറ് നമുക്ക് ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വരും കാഴ്ചകൾ കാണുക തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ നമുക്ക് തീരെ പരിചിതമല്ലാത്ത പല ഐറ്റംസ് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താ മലയ നൃത്തം, അങ്ങനെ അങ്ങനെ ആ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള പരിചയം പോലും ഇല്ല. അപ്പൊ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. കലോത്സവ വേദി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലേ സാർ, നമുക്ക് കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ചില കലാരൂപങ്ങൾ, കലകൾ, അല്ലെങ്കിൽ ഇതുപോലെ മൺമറഞ്ഞു പോയ ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പഠിക്കാൻ പറ്റും. പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം. സാർ ഏതെങ്കിലും പഴയ ഓർമ്മകളിലേക്ക് പോയോ? സ്കൂളിലേക്കോ സ്കൂൾ കാലഘട്ടത്തിലേക്കോ? പക്ഷെ പറഞ്ഞ പോലെ തന്നെ പഴയ ഓർമ്മകളിലേക്ക് അങ്ങനെ പോവാൻ ഇല്ല, മുന്നോട്ടുള്ള നടത്തമാണ് അല്ലേ ജീവിതം. അതെ അതെ, ഇനി നമ്മളിവിടെ ഓർമ്മിക്കാനുള്ള സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. എങ്ങനെയുണ്ട് സാർ അപ്പൊ തൃശ്ശൂരും ആവേശം എത്രത്തോളം ഉണ്ട്? ഗംഭീരല്ലേ? അതെ അതെ, ഗംഭീരം. ചൂടോ? ചൂടുണ്ട്. ഞാൻ ചൂട് ഇത്ര ഉണ്ടായിരുന്നില്ലേ, പെട്ടെന്നൊരു ചൂടും കൂടി. ഇനി ഇതിന്റെ ചൂടാന്ന് അറിയില്ല, ആളുകൾ വന്നതിന്റെ ചൂടാന്ന് അറിയില്ല. എന്തായാലും നല്ലതാണ്, മഴ ഇല്ലാതിരിക്കട്ടെ, അതാണ് ഏറ്റവും വലിയ വേണ്ടത്. ചൂടുണ്ടായാലും ചൂട് നമുക്ക് സഹിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ചൂടിനൊപ്പം ഒരു ചെറിയ നാരങ്ങ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ. നാരങ്ങ വെള്ളം കിട്ടിയായിരുന്നു ഒരുപാട്. നാരങ്ങ വെള്ളം അവിടുന്ന് സൗജന്യ നാരങ്ങ വെള്ളം. ഞാനിപ്പോ ഹോട്ടൽ അസോസിയേഷൻ ക്ഷീണം മാറിയില്ല, ഒരു നാരങ്ങ വെള്ളം കൂടി. എന്തായാലും നമ്മുടെ ഈ കലോത്സവ വേദിയിൽ ഇതുപോലുള്ള കുറേ നമ്മളെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളിലൂടെയും നാടകവേദികളിലൂടെയും നമ്മളെ അത്രമേൽ സ്വാധീനിച്ച പല കലാകാരന്മാരെയും കലാകാരികളെയും നമ്മൾ കാണാറുണ്ട്. അതിവിടുത്തെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പുതിയ കലാകാരന്മാർക്കാണെങ്കിലും അതൊരു പ്രചോദനമാണ്. എന്തായാലും വളരെയധികം നന്ദി സാർ. ഇപ്പം ജനൻജിയോടൊപ്പം ചേർന്നതിൽ ഒത്തിരി നന്ദി. താങ്ക്സ്.